എല്ലാവർക്കും ലൈൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ ഹൃദയം എന്ന ഫിലിമിലെ മനസ്സേ മനസ്സേ എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പല്ലവിയുടെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കുറച്ച് നോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് റിംഗിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ സോങ് കംപ്ലീറ്റ് വായിക്കാം. സോ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് സോങ് ലേൺ ചെയ്യാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റിൽ നിന്നാണ്. ബി എന്ന് പറയുന്ന നോട്ടാണ്. മനസ്സേ 4 നോട്ടുകളാണ് വരുന്നത്. ബി, അവിടെ നിന്ന് നേരെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ ഇ എന്ന് പറയുന്ന നോട്ട്, അതായത് 12th ഫ്രെറ്റ്. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ്. സോ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റ് ബി എന്ന് പറയുന്ന നോട്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 12th ഫ്രെറ്റായ ഇ, അതിനുശേഷം 10th ഫ്രെറ്റായ ഡി എന്ന് പറയുന്ന നോട്ട്, പിന്നെ സി ഷാർപ്പോടെ ഒന്ന് വരും, അതായത് 9th ഫ്രെറ്റ്. പിന്നീട് വീണ്ടും 7th ഫ്രെറ്റായ ബിയിലേക്ക് പോകും. മനസ്സേ, ഇതാണ് മനസ്സേ എന്ന് പറയുന്ന സാഹിത്യത്തിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത്. മനസ്സേ, രണ്ടാമത് വീണ്ടും മനസ്സേ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സേ, രണ്ടാമത്തെ മനസ്സേ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്. ആ നോട്ടെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന നോട്ടാണ്. സോ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റിൽ നിന്ന് നേരെ 10th ഫ്രെറ്റായ ഡിയിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ വരും. മനസ്സേ, അതായത് എ, ഡി, സി ഷാർപ്പ്, ബി വരും. എന്നിട്ട് നേരെ വീണ്ടും പഴയ പോലെ എയിൽ കൊണ്ട് നിർത്തും. മനസ്സേ മനസ്സേ, ഇതാണ് ആദ്യത്തെ ആ 2 പാട്ടിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത്. മായരുതേ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സേ മനസ്സേ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആ നോട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ 3rd, 2nd ഫ്രെറ്റുകൾ വരുന്നുണ്ട്. ആ നോട്ടെന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 3rd ഫ്രെറ്റും ഫസ്റ്റ് സ്ട്രിങ്ങിലെ 2nd ഫ്രെറ്റുമാണ്. അതായത് എഫ് ഷാർപ്പും ജിയും ആണ്. എഫ് ഷാർപ്പ് ജി, അതായത് കറക്റ്റ് ഓർഡർ പറയുകയാണെങ്കിൽ ജി എഫ് ഷാർപ്പാണ്. ഇങ്ങനെ വരും. മായരുതേ. ഓക്കെ, ഈ നോട്ടെന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, മായരുതേ എന്ന് പറയുന്നത് ജി എഫ് ഷാർപ്പ്. ജിയും എഫ് ഷാർപ്പും ഫസ്റ്റ് സ്ട്രിങ്ങിലെ 2 പൊസിഷൻസാണ്, 3rd, 2nd ഫ്രെറ്റുകൾ. അതിനുശേഷം 2nd സ്ട്രിങ്ങിലെ 3rd ഫ്രെറ്റും 5th ഫ്രെറ്റുമാണ്. ആ ഫ്രെറ്റുകൾ എന്ന് പറയുന്നത് ഈ 2 നോട്ടുകളാണ്. ഈ നോട്ട് എന്ന് പറയുന്നത് ഡിയും ഇയും ആണ്. ഡിയും ഇയും. ഫസ്റ്റ് സ്ട്രിങ് ഓപ്പണും ഇ ആണ്. അതുപോലെ 2nd സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റും ഇ ആണ്. മായരുതേ, ആ അരുതേ എന്ന് പറഞ്ഞ് നിർത്തുന്നത് ഈ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റിലാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെറ്റ്, ആ നോട്ട് എ ആണ്. മായരുതേ. ഇത്രയപ്പോൾ നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അവിടെ 2 സ്ട്രൈക്ക് കൂടെ വരുന്നുണ്ട്. പിന്നെ വീണ്ടും കുറച്ചുകൂടെ ഹൈ പിച്ചിലേക്ക് മനസ്സേ മായുകയാണ്. ഇങ്ങനെ വരും. അതായത് മനസ്സേ, ആ നോട്ട് 4 നോട്ടുകളാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് അത് വന്നേക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 3th ഫ്രെറ്റ്, 5th, 7th, 9th. എളുപ്പമാണ് ഓർത്തിരിക്കാൻ. 3, 5, 7, 9 ഫ്രെറ്റുകളാണ്. ആ നോട്ടെന്ന് പറയുന്നത് 10 വരുന്നത് കേട്ടോ. 10th ഫ്രെറ്റ്, 9 അല്ല. മനസ്സേ, ആ നോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് വരുന്നുണ്ട്. അതായത് ജി, ജി എ
ബി സി ഷാർപ്പ് ഡി, ജി എ ബി ഡി, സി ഷാർപ്പില്ല ഡി, 4 നോട്ടാണ്. ജി എ ബി, അത് കഴിഞ്ഞ് ഡി. മനസ്സേ ഇങ്ങനെ വരും. ഇത്ര ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് ഇനിയുള്ളത് മായ, അങ്ങനെ ഒരു വരിയാണ്. മനസ്സേ മായ മൊഴികളിൽ ഇങ്ങനെ കണ്ടാ വരുന്നത്. അപ്പം അടുത്ത വരി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് മായ. ആ മായ എന്ന് പറയുന്ന നോട്ട്സ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7, 10, 12 പൊസിഷനാണ്. ആ നോട്ട് എന്ന് പറയുന്നത് ബി ഡി ഇ വരും. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ബി ഡി ഇ. മൊഴികളിൽ നിൽക്കും. കറക്റ്റ് വരികൾ ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത ലിറിക്സിൽ വരുന്ന സാധനം നോട്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10th, 15th, 10th, 12th, 10, 12, 15, 14, 12 ഈ പൊസിഷൻസാണ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ വരുന്നത്. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡി ഇ ജി വരും. ഡി ഇ ജി എഫ് ഷാർപ്പ് ഇ വരും. ഒരുമിച്ച് വായിക്കുമ്പം നമുക്ക് ആ നോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡി ഇ ജി എഫ് ഷാർപ്പ് ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10, 12, 15, 14, 12 ഇത്രയും ഫ്രെട്ടുകളാണ് വരുന്നത്. ഇനി അടുത്ത വരി എന്ന് പറയുന്നത് ഹൈ പിച്ചിൽ നമ്മൾ പറന്നേ പോയാൽ എന്നുള്ള വരിയാണ്. ഞാൻ എന്ത് ചെയ്യും, അതാണ് ആ വരി വരുന്നത്. പറന്നേ പോയാൽ ഞാൻ എന്ത് ചെയ്യും. ആ നോട്ട് എന്ന് പറയുന്നത് ഇതും കംപ്ലീറ്റ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12ാമത്തെ ഫ്രെട്ട്, 12, 15, 17 ഫ്രെട്ടുകൾ. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12, 15, 17 ഫ്രെട്ടുകൾ. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇ ജി എ വരും. പറന്നേ എന്ന് പറയും. ഈ 3 നോട്ടുകൾ 12, 15, 17 ഫ്രെട്ടുകൾ. പോയാൽ എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ 14, 15, 14, 12 ഫ്രെട്ടിൻ്റെ പൊസിഷനാണ് ഞാൻ പറയുന്നത്. 14, 15, 14, 12 ഈ ഫ്രെട്ടുകളാണ് വരുന്നത്. നോട്ട് പറയുകയാണെങ്കിൽ എഫ് ഷാർപ്പ് ജി എഫ് ഷാർപ്പ് ഇ വരും. പറന്നേ എഫ് ഷാർപ്പ് ജി എഫ് ഷാർപ്പ് ഇ. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. ഞാനെന്തു ചെയ്യും. ആ നോട്ട് വരുന്നത് ഇ എന്ന് പറയുന്ന നോട്ടിൽ നിന്നാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th പൊസിഷൻ. ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ വരും. സിമ്പിളായിട്ട് പറയണേ. ഇ ഡി സി ഷാർപ്പ് എ ബി വരും. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഇ ഡി സി ഷാർപ്പ് ജി എ വരും. അതിൽ എയിൽ 2 സ്ട്രൈക്ക് വരും. ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ്. പൊസിഷൻ പറയുകയാണെങ്കിൽ 12, 10, 9, 5,
7 7 വരും. അപ്പം അത്രയും ഒരുമിച്ച് വായിക്കുമ്പം ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് മതിവരുവോളം ആ നോട്ട് സെക്കൻഡ് സ്ട്രിങ്ങിൽ 2 നോട്ടുകൾ വരുന്നുണ്ട്. സെക്കൻഡ് സ്ട്രിങ്ങിൽ നമുക്ക് നോട്ട് പറയുകയാണെങ്കിൽ ഡിയും ഇയും ആണ്. ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ വായിച്ചാലും ഇ ആണ്. പകരം നമുക്ക് സെക്കൻഡ് സ്ട്രിങ്ങിലെ 3rd 5th ഫ്രെറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം ഡിയും ഇയുമായിട്ട്. സോ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഡിയും ഇയും വരും, 3rd 5th. അതിനുശേഷം ബാക്കിയെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ സെയിം പൊസിഷൻ 3rd 5th. ആ നോട്ടായിട്ട് പറയുന്നത് ജിയും എയും വരും. അപ്പം ഈ നോട്ട് പറയുകയാണെങ്കിൽ ഡി ഇ ജി എ വരും. ഇങ്ങനെ വരും. ആ നോട്ട് GABD എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത്രയും ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇത്രയുമാണ് ഇതിൻ്റെ പല്ലവി എന്ന് പറയുന്നത്. ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.